ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഇഫ്താർ സ്നാക്കായിട്ട് തന്നെയാണ് കേട്ടോ. അപ്പം മടിയൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് തോന്നുകയാണെങ്കിൽ ഈ രീതിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിന്ന് പിന്നെ എന്താ ഉണ്ടാക്കണില്ല എന്ന് വിചാരിച്ചു, മക്കൾ സമ്മതിക്കണില്ല. അപ്പോൾ എന്തായാലും ഉണ്ടാക്കൽ നിർബന്ധമായി. അപ്പോൾ ഞാൻ എന്താ ഉണ്ടാക്കണമെന്ന് ആലോചിച്ചപ്പോഴാണ് ബ്രെഡ് കണ്ടത്. ബ്രെഡ് വെച്ചിട്ടുള്ളൊരു ഐറ്റംസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇനി നമുക്ക് വേണ്ടത് കടലപ്പൊടി വെച്ചിട്ടൊരു മാവ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ കടലപ്പൊടി ഞാൻ ഉണ്ടാക്കിയാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത് ഞാനൊരു 4 സ്പൂണ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, മുളകും പൊടി, അതുപോലെ ഗരം മസാലയും, അതുപോലെ വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റും ഒക്കെ ഇട്ടിട്ടൊരു മാവ് തയ്യാറാക്കി എടുക്കുകയാണ്. നമുക്ക് എരിവും ഒക്കെ നമുക്കത് പിന്നെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചും മാവൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം കേട്ടോ. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കേണ്ട. ഒരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ആ ഒരു ഇതിലാണ് ഞാൻ കലക്കിയെടുക്കുന്നത്. ദോശക്കൊക്കെ മാവ് കൂട്ടണ ആ ഒരു ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കണം. ഞാനൊരു 4 ബ്രെഡ്ക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് പിന്നെ ബ്രെഡ് പെട്ടെന്ന് ഇത് മാവ് വലിച്ചെടുക്കും. അപ്പോൾ കുറച്ച് അധികം തന്നെ എടുക്കണത്. ഞാനൊരു 4 ബ്രെഡിനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഞാൻ 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അരുഭാഗമൊക്കെ ഒന്ന് നമ്മൾ കത്തി വെച്ചിട്ടൊന്ന് മുറിച്ചെടുക്കണം. അത് കട്ടിയുള്ള ഭാഗമല്ലേ, അത് മുറിച്ച് മാറ്റുക. മുറിച്ച് മാറ്റിയാൽ നമുക്ക് കളയണ്ട. അത് ബ്രെഡിൻ്റെ ക്രംസ് ഉണ്ടാക്കാം. നമ്മൾ കട്ലറ്റും ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് വറുത്തെടുത്താൽ മതി. ഇല്ലെങ്കിൽ ഫ്രിഡ്ജിലൊന്ന് കുറച്ച് ഒരു ദിവസം വെച്ചിട്ട് അപ്പോൾ നല്ല പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ അതൊന്ന് മിക്സിയിൽ കറക്കിയെടുത്താൽ മതി. പിന്നെ വറുത്തെടുക്കൊന്നും വേണ്ട. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഇതിൽ കൊടുക്കാം. അപ്പോൾ ബ്രെഡ് അരികൊക്കെ മുറിച്ചെടുത്തിട്ട് ഈ ഒരു വലിപ്പത്തിലൊന്ന് മുറിച്ചെടുക്കണം. ഇത്ര വലിപ്പം മതി. ഇതാണ് നമുക്ക് പൊരിച്ചെടുക്കേണ്ടത്. അപ്പോൾ എല്ലാ ബ്രെഡും ഞാൻ ഇതേപോലെ അരികൊക്കെ കളഞ്ഞ് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അരികൊക്കെ ഞാൻ മുറിച്ചത് ഫ്രിഡ്ജിക്കൊന്ന് വെക്കണുണ്ട്. ഇനി നമുക്ക് ഇത് മാവിൽ മുക്കിയിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് കുറേ സമയം ഇട്ടൊക്കെ ഇതിലിട്ടിട്ട് അപ്പം തന്നെ അത് എടുത്ത് പൊരിക്കണം. അല്ലെങ്കിൽ ബ്രെഡ് അത് അലിഞ്ഞ് ചാടും. അപ്പം തന്നെ നമ്മൾ ഒന്ന് പിന്നെ എണ്ണയിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കണം. എണ്ണ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് മാവിൽ മുക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ മടി പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ചെറിയ മക്കളൊക്കെ ഉള്ള വീട്ടിലാകുമ്പോൾ ഇതൊന്നും ഇതേപോലെ വേണം. ഇവിടെ ഒന്നും ഉണ്ടാക്കാറുണ്ട് എന്തെങ്കിലും ഓരോന്ന് കേട്ടോ. അപ്പം രാവിലെ തന്നെ എണീച്ച് വരുമ്പോൾ തന്നെ ചോദിക്കുക, ഇന്ന് എന്താണ് സ്പെഷ്യൽ, ഇന്ന് എന്താ ഉണ്ടാക്കണേ, അങ്ങനെ ചോദിച്ചിട്ടാണ് സബിലൊക്കെ എണീറ്റ് വരിക തന്നെ. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ചോദിക്കും, ഇന്ന് എന്താ ഉണ്ടാക്കിയത്. അപ്പം എന്നും ഓരോന്ന് ഉണ്ടാക്കണം. അപ്പോൾ എന്തായാലും എന്നും ഒന്ന് തന്നെ ഉണ്ടാക്കിയാൽ അത് രസമല്ലല്ലോ. അപ്പം ഈ രീതിയിലൊക്കെ മാറ്റം വരുത്തിയിട്ടൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇത് പൊരിച്ചെടുക്കുമ്പം തീ കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. ഉള്ളിൽ അധികം വേകാനൊന്നുമില്ലല്ലോ. അപ്പോൾ പുറത്ത് മാവ് വെന്താൽ മതി. അപ്പോൾ നല്ല ചൂട് തന്നെ പെട്ടെന്ന് പൊരിച്ചെടുക്കാം നമുക്ക് തീ കൂട്ടി കൊടുത്താൽ. അപ്പോൾ കുറഞ്ഞ തീയിലാകുമ്പോൾ അത് കുറേ സമയം ഇങ്ങനെ കിടന്നതിലാണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഉള്ളിൽ നമുക്ക് വേകാനില്ലല്ലോ. അപ്പോൾ എളുപ്പത്തിൽ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഒരു ഭാഗം ആയിട്ടുണ്ട്, മറ്റേ ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ ബ്രെഡ് പൊരി ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. അത് കോരിയെടുക്കുക. അതുപോലെ എല്ലാം ഇതേപോലെ പൊരിച്ച് കോരുക. ഇതിങ്ങനെ നീളത്തിലാകുമ്പോൾ സോസൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഞാൻ എല്ലാം ഇവിടെ പൊരിച്ച് കോരിയിട്ടുണ്ട്. അപ്പോൾ സോസും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാ ഈ സോസിൽ മുക്കിയിട്ട് അങ്ങനെ കഴിക്കാൻ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിക്കാരം. അപ്പോൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് അധികം പണിയൊന്നുമില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ട് കമൻറ്റിലൂടെ അറിയിക്കുക. ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.